ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് കോവയ്ക്ക കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. കോവയ്ക്ക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ കോവയ്ക്ക കൊണ്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാരെ, അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, കോവയ്ക്ക കൊണ്ടുള്ള സ്പെഷ്യൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അവിടെ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കോവയ്ക്കയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത കോവയ്ക്കയാണ്. നമ്മുടെ കോവയ്ക്കൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുള്ളത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ വള്ളിയിൽ നിന്ന്. അപ്പം ഇനി ഇതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ ഗൈസ്. നെക്സ്റ്റ് നമ്മൾ ചായയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച് കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വെള്ളമൊക്കെ നന്നായി തിളയ്ക്കുമ്പോൾ ഈ ഒരു കോവയ്ക്ക ഒന്ന് ഹാഫ് ബോയിൽ ആവും. അപ്പോൾ അതുവരെയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കോവയ്ക്കൊക്കെ കണ്ടില്ലേ, ഒരു കളർ ചേഞ്ച് ആവണം കേട്ടോ കോവയ്ക്ക, എന്നാലാണ് നമുക്ക് ഇത് പാകമാവുക. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് കോവയ്ക്ക ഒന്ന് കളർ ചേഞ്ച് ആവട്ടെ. നമ്മൾ എടുത്തു വെച്ച് കോവയ്ക്കൊക്കെ അവിടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ആറട്ടെ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, വേവിച്ച കോവയ്ക്ക് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കുക. പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്ത കോവയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാവരും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സേഫായിട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ഇതിലോട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക നല്ല ഗുണമുള്ളൊരു വെജിറ്റബിളാണ്. നമ്മൾ കോവയ്ക്കൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കോവയ്ക്കൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കോവയ്ക്ക കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഡിഷ് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കോവയ്ക്ക നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ കിടന്നിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് സെറ്റ് ആവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട്
കുറച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പാതി സവോള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 കൊത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കൊണ്ടുള്ള ഒരു നല്ല കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. കോവയ്ക്കൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് കഴിക്കാമല്ലോ. അടിപൊളിയാട്ടോ ഇത്. നിങ്ങൾ കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. നമ്മൾ സവോളയൊക്കെ ഫുൾ സവോള ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഈ കോവയ്ക്കിനെയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ എടുത്ത സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓരോ കോവയ്ക്കയിലും ഇതാ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് കോവയ്ക്ക വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പിടുകയാണെങ്കിൽ നമ്മൾ ബാക്കി അതിന് ശേഷം നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പം നമ്മളൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കും. അപ്പം നമ്മുടെ കിടിലനായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്താലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ടേസ്റ്റി കോവയ്ക്ക ഫ്രൈ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കോവയ്ക്ക കൊണ്ടുള്ളൊരു ഡിഷ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.